പ്രാർത്ഥന എന്നൊരു വിഷയം എന്ന് പറയുന്നത്. I will come to the history of this church later, but the topic that Holy Spirit has been giving me is a topic of prayer. ഇവിടെ ഇരിക്കുന്ന സ്തോത്രം ഷെയ്ൻ മുതൽ അങ്ങേ അറ്റം ഇരിക്കുന്ന ലെവി വരെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ആഗ്രഹമില്ലാത്ത ആരും ഇതിനകത്തില്ല. From this corner to that corner, if we ask, there's nobody that doesn't not have the eagerness to not pray. പക്ഷെ പ്രാർത്ഥന എത്രമാത്രം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും വമ്പൻ പരാജയം അതിനകത്ത്. But if we ask, this prayer really that serious in our life, we have no words other than it's really not happening. പക്ഷെ എന്താ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെ പാസ്റ്റർ അടച്ച് അല്ലെങ്കിൽ മുഴുവനുമായിട്ട് ഞങ്ങൾ എല്ലാമാണെന്ന് പാസ്റ്റർ പറയരുത്. But pastor, don't say that we're not praying at all or anything like that. തീർച്ചയായും പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നിരുന്നാലും ദൈവം ആഗ്രഹിക്കുന്ന ആ പദത്തിൽ നിന്നുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു തലത്തിലേക്ക് നമുക്ക് എത്ര പേർക്ക് യഥാർത്ഥത്തിൽ കേറുവാൻ കഴിയും? But how many of you have an eagerness to increase your level of prayer that God is wanting from us? പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഈ ദൈവ ശബ്ദങ്ങൾ ആത്മാവിൽ കൈമാറുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ അനോയിന്റിങ് ഞങ്ങളുടെ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് അയക്കുന്ന പകലാണ്. അതിനെ ആത്മാവിൽ സ്വീകരിക്കുവാനും ഞാനും നിങ്ങളും തയ്യാറാകണം. Let us become ready for the Holy Spirit to anoint us with the prayer life today. പ്രത്യേകിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ബാക്ക് ബോൺ പോലെയാണ്. ഒരു ക്രിസ്തു ഭക്തന്റെ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. When we're talking about believer, prayer is the backbone of that person. പലപ്പോഴും ഞാനും നിങ്ങളും എല്ലാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളുടെ മുൻപിലാണ്. ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാനും നിങ്ങളും എല്ലാം പ്രാർത്ഥിക്കുന്നത്. Oftentimes when we come to prayer, it's the things that we pray for, the things that we need of. പക്ഷെ പ്രാർത്ഥന മക്കളെ ശ്രദ്ധിച്ചാണ്, പ്രാർത്ഥന അല്ലെങ്കിൽ ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം എത്ര പേർക്ക് അതുപോലെ കൺസിസ്റ്റന്റ് ആയി പ്രാർത്ഥനയിൽ നിൽക്കാൻ കഴിയുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? But after receiving those needs, how many of us have that consistency to continue praying to God? അങ്ങനെ ഒരു നിലവാരത്തിനകത്തേക്ക് ദൈവം നമ്മളെ ഉയർത്തണം. But may God help us to increase in that level of prayer. പരിശുദ്ധാത്മ നിയോഗത്തിൽ നമ്മൾ ഒരു പ്രാർത്ഥനാകാരിയായും പ്രാർത്ഥനാകാരനായും പരിശുദ്ധാത്മാവ് നമ്മളെ ഉയർത്തണം. May we be transformed in these 40 days of fasting in a prayerful man and a prayerful woman. എനിക്ക് മറ്റൊന്നും ഈ പ്രാർത്ഥനയ്ക്കകത്ത് ആഗ്രഹമില്ല. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറഞ്ഞൊരു ഹൃദയത്തിന്റെ ആഹ്വാനം, ഹൃദയത്തിലെ ഒരു വാഞ്ച നൽകി തരുന്നത് പ്രാർത്ഥനാ ജീവിതമുള്ള പ്രാർത്ഥനാ അല്ലെങ്കിൽ ഹാബിറ്റ് ആക്കി മാറ്റുന്ന പ്രിയപ്പെട്ടവർ ഈ ദൈവസഭയ്ക്കകത്ത് എഴുന്നേറ്റ് വരണം. I have no other want in these 40 other days, but I want the prayer to start becoming important in our lives. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഏത് പ്രായത്തിലുള്ളവരായാലും വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും കുടുംബത്തിന്റെ അവസ്ഥകളും ജീവിതത്തിന്റെ ശൈലികളും പാപത്തിന്റെ പ്രവൃത്തികളും ഇതിനകത്തൊക്കെ മാറ്റം വന്ന് കർത്താവുമായിട്ട് ആത്മമണ്ഡലത്തിൽ കണക്ട് ആകുവാനിടയായി. There needs to be a change in the way that we walk, and we need to increase in the way that we pray and spend time with God. അപ്പോൾ പ്രാർത്ഥന എന്നൊരു വിഷയത്തെ ബേസ് ചെയ്താണ് പരിശുദ്ധാത്മ നിയോഗത്തിൽ ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നത്. I'm putting my topic as prayer as I continue on with this message. സ്തോത്രം. അതിനകത്തുന്ന ഒരു വാക്കാണ് എൻ്റെ ഹൃദയത്തിൽ വലിയ സ്പർശിച്ചൊരു വാക്ക് ഇപ്രകാരമാണ്. അത് ഞാൻ എത്ര വലിയ രണ്ടാമത്തെ വേഴ്സിലാണ് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. ഞാൻ ആ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 2:2 ഞാൻ നിർത്തി വാക്യം ഇപ്രകാരമാണ്. നിങ്ങൾക്കും ലവോദിക്കയുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം. ആ വാക്കുകളെ ശ്രദ്ധിച്ചു. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമോ? തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് അടുത്ത വാക്ക ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. മോനെ വായിക്കണ്ട. സ്തോത്രം. നോക്കിയേ, ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. I am going through such great of a struggle. ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ ശ്രദ്ധ നിങ്ങളുടെ കൂടെ. അതിനകത്ത് കാണാൻ കഴിയുന്നൊരു വാക്ക് ഇപ്രകാരമാണ്. How hard I am contending. That means ഞാൻ എത്ര അധികമായിട്ടാണ് ഞാൻ വാദിക്കുന്നത്, മല്ലിടുന്നത്, പോരാടുന്നത്. How great of a struggle or how great of a contending am I going through for you, O church? ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം തുടക്കത്തിലേ പറയാം. കർത്താവ് ഒരു കാര്യത്തിലെ മടുത്തു പോകരുതെന്ന് പറഞ്ഞോളൂ. ഏതിനാ?
അതിൻ്റെ അർത്ഥം പ്രാർത്ഥന എന്നൊരു വിഷയത്തെ പറ്റി നാം പഠിക്കുമ്പോൾ മുൻപോട്ട് പോകുമ്പോൾ പല സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് പല ഭാഗങ്ങളും പ്രസംഗിച്ചുള്ളൂ. പക്ഷേ എങ്കിലും ക്രോഡീകരിച്ച് ഒരുമിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ആമേൻ. പ്രാർത്ഥന പറ്റി വിഷയം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകാഗ്രത കിട്ടത്തില്ല, നിങ്ങളുടെ മൈൻഡ് പോകും, നിങ്ങൾക്ക് വലിയ ഉണർവുണ്ടാകത്തില്ല. പക്ഷേ ആത്മമണ്ഡലത്തിനകത്ത് ദൈവസന്നിധിയിൽ ഒരുവൻ അടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവിൽ പറയാം, അവർ ഉള്ളം ഇങ്ങനെ കത്തി കത്തി If കത്തിക്കൊണ്ടിരിക്കും. anyone is wanting to increase their prayer, their inner man will start to awake. അതുകൊണ്ട് പ്രാർത്ഥന എന്നൊരു വെളിപ്പാടായി ഇന്ന് പകൽ നിങ്ങളുടെ മേലേക്ക് വീഴുവാൻ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ജാഗരൂകരായി നിങ്ങൾ ഇരിക്കണം. So today, let the revelation of prayer start to increase in your life today. കണ്ടന്റിങ് എന്ന് പറഞ്ഞാൽ വാദിക്കുക, മല്ലിടുക, പോരാടുക. അടുത്ത ട്രാൻസ്ലേറ്റ് പ്രകാരമാണ് ഐ വാണ്ട് യു ടു നോ ഹൗ മച്ച് ഐ ഹാവ് ആഗനൈസ്. ദാറ്റ് മീൻസ് തീവ്രമായ ദുഃഖത്തോടെ. നമ്മുടെ ടോപ്പിക് എന്താ? ഞാൻ എത്ര വലിയ നിങ്ങൾ സഹോദരന്മാരും എന്താ? ഞാൻ എത്ര വലിയ How big of a ഞാൻ ഉറക്കെ ഒന്ന് ഞാൻ എത്ര വലിയ How big of a ഞാൻ struggle? എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. അപ്പോൾ രണ്ടാമത് ആ പോരാട്ടമുള്ള വാക്കിന്റെ നമുക്ക് പോരാട്ടം എന്ന് കേൾക്കുമ്പോൾ ആ പോരാട്ടത്തിന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. അവൻ പ്രാർത്ഥനാ മുറിയിൽ താൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നുള്ളതാ. പുറകെ ക്യാബിനകത്ത് ഇരിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ചു കേട്ടോ. അപ്പം ആഗനൈസ് എന്നൊരു വാക്കവിടെ തീവ്രമായ ദുഃഖത്തോടെ ഞാൻ പ്രാർത്ഥിക്കും, കഠിനമായ രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കും. We see the transition there. We're going through a struggle or great agony for you guys. അടുത്ത വാക്ക് how greatly I have prayed for you. I mean, no, sorry, how greatly I strive for you. How great of a strive do I have എന്ന് for പറഞ്ഞാൽ you? അവിടെ അധ്വാനം ചെയ്യുക, യുദ്ധം ചെയ്യുക. പ്രാർത്ഥനാ മുറിയിൽ പൗലോസ് എങ്ങനെ ചെയ്ത്? അധ്വാനം ചെയ്തു. എന്റെ കൂടെ അധ്വാനം ചെയ്തു. അങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടോ? Do you have a prayer where you in your prayer where you're fighting for യുദ്ധം them? ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ടോ? Is there a battling prayer in your prayer room? സ്തോത്രം. ഈ യുദ്ധം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അടുത്ത ട്രാൻസ്ലേഷൻ ആണ് ഹൗ ഗ്രേറ്റ്ലി ഐ കോമ്പാക്ട് ഫോർ യു. ദാറ്റ് മീൻസ് പടവെട്ടുക, പൊരുതുക. ഒരു ബാറ്റിൽ ഫീൽഡില് ഒരു സോൾജിയർ നിന്ന് എങ്ങനെ പടവെട്ടുന്നുവോ അങ്ങനെയാണ് പ്രാർത്ഥനാ മുറിക്കകത്ത് ഒരു വിശുദ്ധൻ, ഒരു ഭക്തൻ കേറി ആത്മാവിൽ However hard a soldier is fighting in the war, that is how Paul is describing his prayer in his prayer room. ഞാൻ ഈ കാർഗിൽ യുദ്ധം നടന്നപ്പോൾ ഇന്ത്യൻ പാകിസ്ഥാനിലെ കാർഗിൽ യുദ്ധം നടന്നപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന മോനി എന്ന് പറഞ്ഞ അച്ഛൻ സ്തോത്രം യുദ്ധത്തിന് അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് നിങ്ങൾ കാർഗിൽ യുദ്ധത്തിൻ്റെ മുഖത്ത് നിൽക്കുന്നത്? നിങ്ങൾക്ക് ഭയമില്ല, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇതൊന്നും നിങ്ങൾക്ക് ചിന്തയില്ലേ? അപ്പോഴത്തേക്ക് എന്നോട് തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ ഞങ്ങൾ അല്ല എന്ന് പാസ്റ്റർ തന്നെ വിളിക്കുന്നത് കേട്ടോ. പിന്നെ മോനെ ഞങ്ങളെ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഇടത്തും വലത്തും നിൽക്കുന്നതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങളുടെ പിന്നിൽ എൻ്റെ കുടുംബമോ എൻ്റെ മക്കളോ ഒന്നും വിഷയമല്ല. എൻ്റെ ഒറ്റ ചിന്തയാണ് ഇന്ത്യ എന്നൊരു രാജ്യം എൻ്റെ കണ്ണിലേക്കൊന്ന് വന്നിട്ട് മുൻപിൽ കാണുന്ന ശത്രു സൈന്യത്തെ അവർ ഒരുമിച്ച് അല്ലെങ്കിൽ എന്താ പറയുക, ഭാരതം ജയിക്കട്ടെ, അല്ലെങ്കിൽ ഭാരതം എൻ്റെയാണ് എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഒരുമിച്ച് അവരെന്ത് ചെയ്യുക, യുദ്ധത്തിന് അല്ലെങ്കിൽ മുൻപോട്ട് ശത്രുവിൻ്റെ കയ്യിൽ ആയുധമുണ്ടെന്നറിഞ്ഞിട്ടും ജീവനെ ഭയക്കാതെ ആ രാജ്യത്തിൻ്റെ ആ തീവ്രതയോടെ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് മുൻപോട്ട് പോകും. എന്ന് പറഞ്ഞാൽ ജീവൻ ത്യജിച്ച് എങ്ങനെയും ശത്രുവിനെ കീഴടക്കുന്ന ഒരു മേഖല. ഈ ഒരു തലത്തിലാണ് പൗലോസ് ഇവിടെ പറയുക, ഹൗ സ്ട്രൈവ് ഐ എം ഡൂയിങ് ഫോർ യു എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര വലിയ പോരാട്ടം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കുന്നു. He's not looking towards his left or right or back. Oh, how can I defeat the devil's plan? That in that war, in that battle is how Paul is describing how great of a strive I have for you. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടോ? Do you have a prayer like that? നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനാ മുറി എന്നെങ്കിലും അങ്ങനെ ഒരു പ്രാർത്ഥനാ മുറി ഉണ്ടായിട്ടുണ്ടോ? Do you even have a prayer room in your home? യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു പടയാളിയെ പോലെ ആത്മനിയോഗത്തെ മനസ്സിലാക്കി. ഒന്നും കൂടി ഇങ്ങനെ പറയാം, പൗലോസ് ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? മൂന്ന് വ്യക്തികൾക്ക് വേണ്ടിയാ. അത് ഞാൻ പിന്നത്തെ എക്സ്പ്ലെയിൻ ചെയ്യാം. കൊലോസ്യർക്ക്, ലെവോദിയയ്ക്ക് മുഖാമുഖം ഫേസ് ടു ഫേസ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുക, അറ്റ്ലീസ്റ്റ്
നമ്മുടെ മക്കൾ ഇങ്ങനെന്ന് പറയാം, മക്കൾക്ക് വേണ്ടി ഞാൻ ചോദിക്കാം. ആമൻ ഫേബർ സിസ്റ്ററും ബെന്നി ബെന്നിച്ചാനും സ്തോത്രം 3 മക്കൾ ഒരുവൻ ആഷറിനോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു യുദ്ധമുഖത്ത് നിന്ന് ഇവനെ ഏതു വിധേനയും തകർക്കാൻ നോക്കുന്ന ശത്രു സൈന്യത്തിനകത്ത് നിന്ന് എൻ്റെ പ്രാണൻ കൊടുത്ത് അവൻ തീവ്രമായ ദുഃഖത്തോടെ അർത്ഥമിത് മല്ലിട്ട് വാദിച്ച് പോരാടി അധ്വാനം ചെയ്ത് അവൻ പടവെട്ടി ഞാൻ അവനെ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ പുറത്തെടുക്കുന്നത് പോലെ അറ്റ്ലീസ്റ്റ് പിതാക്കന്മാരെ, നിങ്ങളുടെ തലമുറയെ ഓർത്തെങ്കിലും, മാതാക്കളെ, നിങ്ങളുടെ മക്കളെ ഓർത്തെങ്കിലും ഒന്നാമത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. Fathers and mothers, do you have a prayer room to strive and agonize and contend to struggle for your own children? ഞാനും നിങ്ങളും കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പ്രാർത്ഥനാ മുറി എങ്ങനെയാണ്? That's the normal sort of prayer room we have. അല്പസമയം പ്രാർത്ഥിക്കും, കണ്ണുനീർ അല്പം കണ്ണിൽ വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെയോ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ള ചിന്തയ്ക്കകത്ത് മാത്രം ഒതുങ്ങിപ്പോകുമ്പോൾ പൗലോസ് ലേഖനം എഴുതുകയാണ്. എന്താണ് എഴുതുന്നത്? ആമേൻ സ്തോത്രം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടവെട്ടുകയാണ്. When we cry, when it answers our prayers, here Paul is saying, I pray in struggles. ഒരു കാര്യമുണ്ട്, പൗലോസ് ഇത് എവിടെ വെച്ച് എഴുതുന്നത്? Where is Paul writing this? കാരാഗ്രഹത്തിനകത്ത് വെച്ച് എഴുതുന്നത്. Inside the prison he is writing this. കൈമേൽ ചങ്ങലയുണ്ട്. With chains being abandoned on him. താനിങ്ങനെ എഴുതിയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. And in chains he is writing, how great of a struggle am I going for you. അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. I am letting you to know of this. അതാൽ ഇങ്ങനെ പറയാം, അതായത് എൻ്റെ തൂലിക കൊണ്ട് വാക്കുകൾ കൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എഴുതുക മാത്രമല്ല, നിങ്ങൾ അറിയണം ഞാൻ അത് ചെയ്യുന്നു എന്ന്. I am not just writing this simply, but I need you to know that I am doing this for you. ഞാൻ എങ്ങനെയാ ചെയ്യുന്നത്? എൻ്റെ കൈമേലും കാൽമേലും ചങ്ങല ഉള്ളപ്പോഴും എനിക്ക് ബന്ധനമെന്ന് ലോകം പറയുമ്പോഴും എൻ്റെ കൈ നന്നായി ഉയർത്താൻ കഴിയാതിരിക്കുമ്പോഴും എൻ്റെ കാലുകൾ നന്നായി മൂവ് ചെയ്യാൻ കഴിയാത്തപ്പോഴും ചുറ്റും പടയാളികൾ നിൽക്കുമ്പോഴും എനിക്കൊരു വിഷയം എൻ്റെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബെനിഫിറ്റ് ഇല്ലാത്ത ആ വ്യക്തിക്ക് വേണ്ടി, കമോൺ, എന്താണ് എനിക്ക് ബെനിഫിറ്റ് ഇല്ലാത്ത ആ വ്യക്തിക്ക് വേണ്ടി യുദ്ധമുഖത്ത് നിന്ന് പടയാളി പടവെട്ടുന്നത് പോലെ പ്രാർത്ഥനാ മുറിക്കകത്ത് പടവെട്ടുന്ന ഒരു തലമുറ ഈ ഫേക്കകത്ത് നിന്ന് ആത്മാവിൽ ഉയർത്തു വരണമെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനാ മുറിയെ അങ്ങനെ സജ്ജമാക്കണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന എത്ര പിതാക്കന്മാർ, എത്ര മാതാക്കൾ ഇതിനകത്തുണ്ട്? How many of you are ready, even if you are not benefited through your prayer, that others will be powered and benefited through the struggles that you have to go for? Jesus. കേറണം, അങ്ങനെ കേറണം. നമ്മൾ അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കണം. You have to increase your prayer like that. കേരളക്കരയിൽ 50 വർഷങ്ങൾ സാമുകുട്ടി പാസ്റ്റർ ഇരിപ്പുണ്ട്. എങ്ങനെയൊക്കെയാ ആമൻ കർണാടകയിലും കേരളത്തിലും ആമൻ ഇന്ത്യയുടെ പ്രാന്തപ്രദേശത്തിലും വില്ലേജിലും ഒക്കെ ആയിരക്കണക്കിന് പേർ ഒറ്റയടിക്ക് ഇറങ്ങിയിട്ടാണോ സഭ വളർന്നത്? അല്ലവേ അല്ല. ദേശത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആത്മാവിൽ പ്രാർത്ഥിക്കും, ആത്മാവിൽ ജാഗരിക്കും എന്ന് പറഞ്ഞാൽ പടവെട്ടി ആ കുടുംബത്തെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന ആമൻ ഒരു കൂട്ടമായിരുന്നു ദൈവസഭ. ആ നിലവാരത്തിൽ ഉണർവ് കത്തിച്ച പിതാക്കന്മാർ കേരളക്കരയിൽ ഉണ്ടെങ്കിൽ അതിന്റെ പിൻതലമുറ അവനെ ഇരുണ്ട രാജ്യത്തു നിന്ന് ഈ രാജ്യത്ത് കടന്നു വന്നിട്ട് ഇവിടെ മയങ്ങി ഇരിക്കാനല്ല, അതുപോലെ എഴുന്നേറ്റ് പടവെട്ടി പ്രാർത്ഥിപ്പാൻ ആത്മാവിൽ ദൈവസഭ ആഹ്വാനം ചെയ്യുമ്പോൾ ഇന്ന് പകലിൽ ആത്മാവിൽ എത്ര പേർക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്? കർത്താവേ, എനിക്കങ്ങനെ പടവെട്ടുന്ന, എനിക്കങ്ങനെ യുദ്ധമുഖത്ത് നിൽക്കുന്ന, ആഗണിയോടെ പ്രാർത്ഥിക്കുന്ന, തീവ്രമായി ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്ന, കഠിനമായി പ്രാർത്ഥിക്കുന്ന, മുൻപുള്ള ശത്രുവിനെ നോക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ മുറി എനിക്ക് വേണമെന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ആത്മാവിൽ നിന്ന് കേറി പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥന വാതിലുകൾ തുറക്കട്ടെ. Let the prayers of doors of open in your life. Let the doors of the prayer in your life open. ഭവനങ്ങൾക്കകത്ത് പ്രാർത്ഥന ചലനങ്ങൾ In your homes the prayers increase. വ്യക്തികൾക്കകത്ത് പ്രാർത്ഥന ചലനങ്ങൾ Among believers a prayer arise. In the name of Jesus, Lord. Let the bondage be broken today. The bondage of prayer is not happening. Let it be broken. Where can I increase in my prayer? Let it be broken. When there's no concentration in prayer, let it be
be taken The apart. anointing of prayer, Lord, stretch up their wounded hand and pour upon this church. Lord, let's stretch out your hands today. യൗവനക്കാരെല്ലാം പ്രിയാമേ Among the പ്രാർത്ഥന youngsters, നിമിത്തം let that prayer ഈ arise. കുഞ്ഞുങ്ങൾ ആത്മാവിൽ Let them പ്രാർത്ഥിക്കുന്നവരാകട്ടെ. arise in their prayers. ഈ കുഞ്ഞുങ്ങൾ ആത്മാവിൽ May these children പ്രാർത്ഥിക്കുന്നവരാകട്ടെ. arise in their prayers. യേശുവിന്റെ In the നാമത്തിൽ. name of Jesus. ഓ Jesus, arise today. ലഖറമശേതേരിയ. ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആത്മാവിൽ നിങ്ങൾ You need പ്രാർത്ഥിക്കുന്നവരാവണം. to pray in these 40 days of fast. അവൻ കഴിയുന്നിടത്തോളം നിങ്ങൾ ഓടി വരണം. As much as you can come in. എനിക്കറിയാം ജോലിയൊക്കെയാണ് വരാനൊക്കെ പാടാണ്. പക്ഷെ വരാൻ കഴിയാതിരിക്കുമ്പോഴും ഒരു പടിയും കൂടെ എക്സ്ട്രാ സ്റ്റെപ്പ് എടുത്ത് വന്നാൽ സ്തോത്രം. ഞാൻ ഒരിക്കലും പറയാം നിങ്ങൾ വാലല്ല തലയാക്കും സമ്പത്തും ലഭിക്കും ഞാൻ പറയത്തില്ല. പക്ഷേ ആത്മമണ്ഡലത്തിനകത്ത് പൊരുതി കയറാൻ കഴിയുന്ന ചില ആയുധങ്ങളെ നിങ്ങളുടെ കരങ്ങളിലേക്ക് കർത്താവ് നൽകി ആത്മീയ അധികാരങ്ങളെ നൽകി Let him give him your authority over into your lives. അതിനാ ഈ ചർച്ചിനെ That's വിളിച്ചിരിക്കുന്നത്. why he has called this church. In യേശുവിന്റെ the name of നാമത്തിൽ Jesus. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. 3 ഭാഗങ്ങളാണ് ഈ മെസ്സേജിൽ നിന്നോട് ചിന്തിക്കാൻ There's ആഗ്രഹിക്കുന്നത്. 3 points that I want to talk from this message. ഒന്ന്, പോൾ ഇവിടെ ആർക്കു വേണ്ടിയാണ് സ്തോത്രം പ്രാർത്ഥിക്കുന്നത്? Who is Paul here praying for? പോൾ എന്താണ് അവർക്ക് വേണ്ടി What പ്രാർത്ഥിക്കുന്നത്? is Paul praying for? ഈ 2 ചിന്തകൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വരുന്നതിന് മുന്നമേ നാം ഇപ്പോൾ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്നൊരു തലത്തിലേക്ക് എത്തണമെങ്കിൽ ഒന്നാമതായി നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് പ്രാർത്ഥന എന്നും അതിൻ്റെ ഉന്നത ഭാവത്തിലേക്ക് തലത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്താമെന്നും എന്നുള്ളതാണ്. And we need to understand what are we praying for and how we can increase or get into that level of prayer. എല്ലാം ശ്രദ്ധിച്ച് എന്താണ് പ്രാർത്ഥന, എങ്ങനെയാണ് കറക്റ്റ് മോനെ, എങ്ങനെ ഉയർന്ന തലത്തിലേക്ക് പ്രാർത്ഥനയിൽ എത്തിച്ചേരാമെന്ന് നമുക്ക് മുൻപോട്ട് We need to മനസ്സിലാക്കണം. understand what is prayer. We need to understand or how to get to that level of prayer which is called for us. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിന്റെ അർത്ഥം പ്രയർ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഡിക്ഷണറിക്കകത്ത് നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അർത്ഥവ്യാഖ്യാനം ചോദിക്കുക, യാചിക്കുക, ആസ്ക് ഓർ സീക്ക്, ചോദിക്കുക, യാചിക്കുക എന്നുള്ള അർത്ഥവ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണുവാൻ We can see കഴിയും. the definition of prayer to either ask and receive. എന്നാൽ തിരുവചന അടിസ്ഥാനത്തിൽ പ്രാർത്ഥന പലപ്പോഴും ഇവിടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പ്രാർത്ഥന എന്ന് പറയുന്ന വാക്ക് ഹെബ്രായ പദത്തിൽ ഹീബ്രു പദത്തിൽ തെഫില്ല എന്നൊരു പദത്തെ കാണുവാൻ കഴിയും. When we understand the word prayer, there's a word, Hebrew word called tefillah. ഈ തെഫിൽ എന്ന വാക്കിന് ഒത്തിരി അർത്ഥമുണ്ടെങ്കിലും അതിനെ പ്രധാനമായി കാണുന്ന ഒരു വാക്കിന്റെ അർത്ഥമാണ് സെൽഫ് ഇവാലുവേറ്റ് എന്നുള്ളത്. But there's so many definitions. The one word that it means is self-evaluate. സ്വയം ശോധന ചെയ്യുക. Self-evaluate എത്ര yourself. പേർക്ക് അങ്ങനെ പ്രാർത്ഥന മുറിയുണ്ട്? How many have a prayer room like that? രാത്രിയിൽ കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ നമ്മളെപ്പോഴും ദൈവദാസന്മാരും ദൈവമക്കളും നമ്മളെല്ലാവരും പറയും, കർത്താവേ ഇന്ന് പകൽക്കാലം അറിഞ്ഞും അറിയാതെയും കണ്ടതും കേട്ടതുമായിട്ടുള്ള എല്ലാ പാപം ക്ഷമിക്കണമേ എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളത് കളഞ്ഞിട്ടൊന്നുമില്ല. വീണ്ടും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആ ചിന്തിച്ചതും കണ്ടതുമല്ല എന്ത് ചെയ്യുക, നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് അത് അവിടെ തന്നെ കമോൺ അല്ലേ, അത് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഈ സ്വയം ശോധന ചെയ്യുമെന്ന് പറഞ്ഞാൽ കർത്താവേ ദാവീദ് എൻ്റെ അന്തരംഗത്തെ അതിലേക്ക് വരുന്നത് നന്നായി ഒന്ന് നോക്കണമേ എന്ന് അതിൻ്റെ അർത്ഥം. When we self-evaluate, we're asking God, would you search my inner deep and heart? അപ്പം അങ്ങനെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സംഭവത്തെ ഇപ്പം ഈ വില മതിക്കുക എന്നൊക്കെ പറയുമല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരു വീട് മേടിക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സംഭവം ഈ കീബോർഡ് നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഒന്നുകൂടെ നമുക്ക് മലയാളികൾക്ക് അറിയാവുന്ന ഒരു ഭാഷയെ പറഞ്ഞ മാർക്കറ്റ് പ്ലേസ്, നിങ്ങൾ എന്നെ തുറിച്ചു നോക്കുന്ന പോലെ ആർക്കും അറിയാത്ത പോലെ. അപ്പൊ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ഈ ഒരു കീബോർഡ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നേ? അവര് റേറ്റ് പറഞ്ഞാലും നമുക്കൊരു വില മതിപ്പുണ്ടല്ലോ. നമ്മൾ പറയും ഇത് ഇന്ന വർഷത്തെ ഇന്ന സംഭവമാണ്, അപ്പോൾ അത് ഇത്ര വില എനിക്ക് തരാൻ പറ്റത്തോളെന്ന് നമുക്കൊരു വിലയുണ്ട്. We'll say that it's this model, this old, we have a value of it itself. അപ്പൊ ഈ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അന്നത്തെ ദിവസം നമ്മളെ തന്നെ നോക്കിയിട്ട് നമ്മൾ ഒരു വില നമുക്ക് തന്നെ ഒന്ന് ഇടുന്നത് എപ്പോഴും ഒക്കെ നല്ലതാണ്. It's often good that we give ourselves a price when we ആ self-evaluate. വിലയും ദൈവമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ കർത്താവിന്റെ സന്നിധി പോലും വരാൻ കഴിയാത്ത അത്ര അകൽച്ചയാണ്. കർത്താവിന്റെ കാലം കപടി കർത്താവേ സ്തോത്രം, ഈ ലോക ജീവിതത്തിനകത്തുള്ള സകല പോരാട്ടങ്ങൾക്കകത്ത് നിന്ന് എന്നെ വിടുവിക്കണമേ നമ്മൾ അറിയാതെ
പ്രാർത്ഥിച്ചു When we പോകും. compare ourselves with God, we are nobody. We'll come to His feet and say, God, would you deliver അപ്പോൾ us? ടെഫിൽ എന്ന വാക്കിന് സെൽഫ് ഇവാലുവേറ്റ് So നടത്തുന്നുണ്ട്. tefillah means self-evaluate. രണ്ട് ഇൻട്രോസെപ്ഷൻ എന്നറിയപ്പെടുന്ന ഒരു വാക്കിനെ ഞാൻ കണ്ടു. ഇൻട്രോസെപ്ഷൻ, Another word, introception. അതിന്റെ 5 മലയാള അർത്ഥങ്ങൾ എല്ലാം തുല്യമായിട്ട് തോന്നുമെങ്കിലും അല്ല. 5 മലയാള അർത്ഥങ്ങൾ ഞാനൊന്ന് There's പറയാം. 5 Malayalam meanings ഒന്ന് there. ആത്മപരിശോധന, ആത്മവിചാരണ, ഉൾനോട്ടം, അന്തർനിരീക്ഷണം, സ്വാത്മപരിശോധന. ഇതാണ് പ്രാർത്ഥന. ഭാഷ ഇത് ഞങ്ങൾ കേട്ടിട്ടോലും ഇല്ലല്ലോ. സ്തോത്രം. ഇതാണ് ഇത് എന്നാ പ്രാർത്ഥനയാ ഭാഷ എന്നില്ലയോ? ഒന്നും കൂടെ വായിക്കാം. ആത്മപരിശോധന, ആത്മവിചാരണ, ഉൾനോട്ടം, അന്തർനിരീക്ഷണം, സ്തോത്രം, സ്വാത്മപരിശോധന. ഈ വാക്കുകൾ അതിൻ്റെ അർത്ഥം ഒന്നും നമുക്ക് ചിന്തിക്കാം. എന്താണ് പ്രാർത്ഥന? തെഫില്ല, ഇൻട്രോസെപ്ഷൻ, ആത്മപരിശോധന. മോനെ, സെൽഫ് എക്സാമിനേഷൻ. Self-examination is what we see there. ഓക്കെ, ഈ ആത്മപരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? Are you with me? ആ കരങ്ങളിൽ കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. അമിഷ്ടോത് നോക്കിക്കേ, ദൈവത്തിൻ്റെ മുൻപിൽ സ്വന്തം ജീവിതം, ആഷറിൻ്റെ അല്ല, ദൈവത്തിൻ്റെ മുൻപിൽ സ്വന്തം ജീവിതം പരിശോധിക്കുന്നതാണ് ആത്മപരിശോധന എന്ന് പറയുന്നത്. When you in front of God, when you examine your life, that's what it's called, self-examination. വായിക്കാം 1 കൊരിന്ത്യർ ലേഖനം 1 Corinthians 11 അതിൽ ഇപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാണാൻ അറിയുന്ന വാക്കാണ്. chapter 11 verses 28. മതിയമ്മേ. ആമേൻ. മനുഷ്യൻ തന്നെത്താൻ ശോധന, ആത്മപരിശോധന, സെൽഫ് എക്സാമിനേഷൻ എന്ന ആ വാക്യത്തെ അവിടെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ. ആ വാക്യത്തോട് ബന്ധപ്പെട്ട് കാണാം. ഒരുമിച്ച് ഒരിക്കലും വേറൊരു വാക്യം വായിക്കുക. 2 കൊരിന്ത്യർ 2 Corinthians chapter 13 verses 5. എന്ന് ശോധന ചെയ്തുകൊള്ളുവീൻ. ആമേൻ. സ്തോത്രം. പരിശോധിച്ചുകൊള്ളു. ഓക്കെ, മനുഷ്യൻ തന്നെത്താനെ ശോധന ചെയ്തിട്ട് വേണം കർത്താവിന്റെ മേശയിൽ നിന്ന് ഭാഗവാക്കാകുവാൻ. അപ്പൊ അവിടെ മറ്റൊരു ഭാഗത്തിൽ പൗലോസിനെ വീണ്ടും പറയാം, നിങ്ങൾ വിശ്വാസത്തിൽ എന്നാ പരിപാടി പൗലോസെ പറയുന്നേ. എന്റെ പേര് എന്തുവാ? മിണ്ടുന്നില്ല. എന്തുവാ ആശിച്ച പേര്? What's your name? കേട്ടില്ല. ആശിച്ച എന്തോ പേര്? ആശിച്ച പറഞ്ഞില്ല. എന്തുവാ? വിശ്വാസി. അപ്പൊ നമ്മുടെ പേര് വിശ്വാസിയാ. Our name itself is faithful. അല്ലയോ? Is it not? കോശ അല്ലയോ? നമ്മുടെ പേര് വിശ്വാസിയാ. Our name itself is faith. പക്ഷെ ഇവിടെ പൗലോസ് വ്യക്തമായി പറയാം, നമ്മൾ വിശ്വാസത്തിൽ ഉണ്ട്. നമ്മുടെ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസം വരുത്തുള്ളൂ. He's saying yes, we're in faith. അപ്പോൾ നമ്മൾ അതിനകത്ത് ആ പേരിന് ഉടമയാണോ എന്നുള്ളത് സ്വയമേ ശോധന ചെയ്യുന്നതായിരിക്കണം പ്രാർത്ഥനയിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. First prayer is to examine yourself if you are living in that faith. കഴിഞ്ഞ ഒരാഴ്ചത്തെ കഴിഞ്ഞെങ്കും പോണ്ട, കഴിഞ്ഞ തിങ്കൾ മുതൽ ഈ ഞായർ ഈ നിമിഷം വരെയുള്ള ജീവിതം ഒന്ന് സ്വയം ശോധന ചെയ്ത് ആത്മപരിശോധന ചെയ്താൽ, തന്നെത്താനെ ശോധന ചെയ്യട്ടെ, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയോ എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയും, കർത്താവ് പക്ഷെ ഞാൻ നോക്കിയത് നമ്മളെന്താ മനുഷ്യൻ്റെ മുമ്പിൽ വലിയ കൊടുംപാപങ്ങൾ എന്ന് പറയുന്ന പാപങ്ങളൊന്നും നമുക്ക് അങ്ങനെ ആണല്ലോ. കൊടുംപാപങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആരെയും കൊന്നിട്ട് സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഒന്ന് ചിന്തിച്ചാൽ സത്യമാണോ, വിശ്വാസത്തിൽ തന്നെ ഉണ്ടോ? If you examine yourself, are you really living in that faith? നിങ്ങൾ എന്നെ തുറിച്ചു നോക്കുന്നു. അതൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. It's something you need to examine and sit and examine. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോകും. അതിൻ്റെ അർത്ഥം ഇങ്ങനെ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ജീവിതത്തിലുള്ള പാപം, ദൈവത്തുള്ള ബന്ധം എന്നിവ പരിശോധിക്കലായിരിക്കണം. നമ്മൾ അങ്ങോട്ട് കയറി, കർത്താവേ ഞാൻ കടന്നു വന്ന അവസ്ഥ എനിക്കറിയാമല്ലോ, കർത്താവിനെ ക്ഷമിക്കുക, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഏതവസ്ഥയും മാറ്റണമേ കർത്താവ്, ഇങ്ങനങ്ങ് പോവുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മുടെ ആവശ്യങ്ങളെ അങ്ങോട്ട് എന്താ പറയുക, ഗ്ലാസ്സിനകത്ത് നിന്ന് അടുത്ത കുപ്പിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന പോലെ ഇങ്ങനെ പോറോട്ട് ചെയ്ത്, കർത്താവേ എൻ്റെ പ്രാർത്ഥന യാചന കേട്ടിരിക്കുക, സ്തോത്രം, ആമേൻ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഉറങ്ങുക. സത്യം പറഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോറൗട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ അവിടെ ആദ്യം നിർത്തും. ഉള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ആമേൻ. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം. ആമേൻ. ആ തുടക്കത്തിലെ ഉണർവ് എൻ്റെ കൂടി വരണേ. ആമേൻ. സ്തോത്രം. അപ്പൊ രണ്ടാമതാണ് ആത്മവിചാരണ. മോനെതാണ്ടേ ആത്മവിചാരണ. The next one is self-inquiry. സെൽഫ് ഇൻക്വയറി എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മീയ നില എന്താണെന്ന്
ആഴത്തിലുള്ള പരിശോധന. I need to self-inquire from the bottom how my relationship with God is. സ്തോത്ര. ആ വാക്യങ്ങളൊക്കെ ഒത്തിരി എടുത്താൽ എങ്ങനെയാണ് ചിന്തിക്കണമെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കഴിഞ്ഞ നാളിൽ 2 വർഷം കൊണ്ട് പല നിലവാരത്തിനകത്ത് ക്രിസ്തീയ ജീവിതത്തിന്റെ നടപ്പും ക്രിസ്തീയ ജീവിതം എങ്ങനെയായിരിക്കണം സഭ എന്ന പാഠശാലയ്ക്കകത്തൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞ പല പദങ്ങൾ ഇതിനകത്ത് പറയേണ്ടതായിട്ടുള്ള വിഷയം. അതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്നിരുന്നാലും പറയാം, നമ്മളെല്ലാം ഒരു ആത്മവിചാരണ, സെൽഫ് എൻക്വയറി നടത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ ആത്മീയ നില എന്താണെന്ന് ഒരു പെരിഫറലായിട്ട് അങ്ങ് പോകത്തുള്ളൂ. പക്ഷേ കർത്താവോട് പറയാ എന്താണ് ഉദ്ദേശിക്കുന്ന പ്രാർത്ഥനാ മുറി? ആഴത്തിലുള്ള ഒരു അന്വേഷിക്കൽ. But it's searching in the deepest of where my life with God is. പാസ്റ്റർ ജെറമിയുടെ വിവാഹം ആദ്യം ഗ്ലാഡിസിന്റെ ആലോചന വന്നു. അലക്സാനെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ സാക്ഷ്യം പറഞ്ഞു. കമ്മീഷൻ കിട്ടും ചോദിച്ചു വയ്ക്കണം കേട്ടോ. അപ്പോൾ അതിനകത്ത് അലക്സാൻ കൊണ്ടുവന്നെന്ന് പറഞ്ഞ ചേസ് പറഞ്ഞാണോ? അല്ല. എന്ത് ചെയ്ത്? ഇനി ഞാൻ പറഞ്ഞ പാസ് അലക്സാൻ അല്ല, പാസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു ആഴത്തിലുള്ള ഒരു അന്വേഷണം ഇല്ലേ സിമാവേ നമ്മൾ നടത്തും. There's a deep inquiry about that person that will happen there. സ്തോത്രം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അച്ഛനെ പറ്റി അങ്ങനെ ചിന്തിച്ചില്ലെന്നൊരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുക. അപ്പോൾ ആഴത്തിലുള്ള ഒരു ഫേമം എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ആഴത്തിലുള്ള ഒരു അന്വേഷണം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വരുന്ന ഒരു വ്യക്തിയെ പറ്റി അത്രത്തോളം ഉണ്ടെങ്കിൽ ക്രിസ്തുവാകുന്ന മണവാളിനു വേണ്ടി തന്നെത്താൻ ഒരുക്കുന്ന മണവാട്ടി പ്രാർത്ഥനാ മുറിക്കകത്ത് ഈ മണവാളിനു വേണ്ടി ഈ മണവാട്ടി എത്രമാത്രം യോഗ്യമാണെന്ന് ഒരു പെരിഫറലായിട്ടല്ല ആഴത്തിലുള്ള ഒരു അന്വേഷണമാണ് സ്തോത്രം പ്രാർത്ഥനാ മുറിയിലെ സെൽഫ് എൻക്വയറി, ആത്മവിചാരണ എന്ന് പറയുന്നത്. ഇൻട്രോസ്പെക്ഷൻ അകത്ത് വരുന്ന വാക്കാണ് ആത്മവിചാരണ എന്ന് പറയുന്നത്. When the groom himself is preparing the bride, you and yourself need to self-inquire from the deepest of where your walk with God is. അങ്ങനെ ഒരു പ്രാർത്ഥന എത്ര പേർക്ക് ഇതിനകത്തുണ്ട്? How many have a prayer like that in this room? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആർക്ക് ദൈവത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയുമെന്ന് എത്ര പേർക്ക് How many ബോധ്യമുണ്ട്? have a knowledge of who can stand in front of God after inquiring yourself? ഹല്ലേലൂയ. നാം പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി 1000 10,000 10,000 ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്ന നിമിഷത്തിൽ നമ്മളും അവരോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുമെന്നൊക്കെയുള്ള ആഹ്വാനം കേൾക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ കൈയടിച്ച് കർത്താവ് നന്ദി പറയും. പക്ഷെ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഞാൻ യോഗ്യനാണോ എന്നൊരു ചോദ്യം നമ്മൾ ഉള്ളത്തിലേക്ക് നാം തന്നെ ചോദിക്കേണ്ടതാണ്. ഇന്ററോസെപ്ഷൻ, അതായത് അതിനകത്ത് വരുന്ന വാക്ക് ആത്മപരിശോധന, ആത്മവിചാരണ എന്ന് പറയുന്നത്. Even if we sing with the angels, there needs to be a self-inquiry. Am I worthy enough to sing with them today? യേശുക്രിസ്തു എന്ന് പറഞ്ഞ പ്രാർത്ഥനയിൽ Do not be tired of praying. പ്രാർത്ഥനയിൽ മടുപ്പ് Do വരും. not weary. ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വരും. Yes, we'll become. കാരണം നമ്മുടെ വിഷയങ്ങൾ ഇങ്ങനെ വലിയൊരു മല പോലെ നിൽക്കുമ്പോൾ ഇതൊക്കെ ക്രമീകരിച്ചിട്ട് എന്നാ കർത്താവെ മല പോലുള്ള വിഷയത്തെ കർത്താവ് സന്നിധിയിൽ കൊടുക്കുന്നത്? After you get this ready, how much longer till you get all ഞാൻ these other things ready? എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ വിഷയങ്ങൾ ഇരിക്കുക. I have this many problems എന്നിട്ട് here. ഞാൻ ഇതൊക്കെ അപ്പോഴത്തേം തന്നെ കർത്താവെ മണിക്കൂർ പോകും. എനിക്ക് പിറ്റേന്ന് ജോലിയുണ്ട്, രാവിലെ എഴുന്നേക്കണം, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിക്കൂട്ട് പ്രാർത്ഥനയ്ക്കകത്ത് കടന്നു പോകുന്ന അമ്മാമേ, അച്ഛാ, അവൻ പാസ്റ്റർമാരെ വളരെ വ്യക്തമായിട്ട് കേട്ടോ, ഇതല്ല പ്രാർത്ഥന, ഇതൊന്നും അക്കരെ എത്തിക്കത്തില്ല. പിന്നെ വേണ്ടതെല്ലാം കർത്താവിന്റെ നാമമഹത്വം എന്ന് പറഞ്ഞാൽ അയ്യോ അവൻ ദൈവത്തെ വിളിച്ചിട്ട് ഇങ്ങനെ ആയി പോയല്ലോ എന്ന് വിചാരിക്കാതിരിപ്പാൻ എവിടെയൊക്കെയോ പ്രോത്സാഹന സമ്മാനം തന്ന് തോറ്റവർക്ക് നമുക്കറിയാലോ നമ്മളെ സന്തോഷിപ്പിക്കാൻ തന്നക്കം നടത്തുമ്പോൾ അതെന്റെ പ്രാർത്ഥന മറുപടിയും അനുഗ്രഹമാണെന്നും വിശ്വസിക്കുന്ന പെന്തക്കോസുകാരാ, അത് വലിയ അപകടമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ആഴത്തിലുള്ള ഒരു സ്വയവിചാരണയാണെന്ന് ആത്മാവിൽ എന്നെ കേൾക്കുന്ന ദൈവസഭ മനസ്സിലാക്കട്ടെ. Prayer is not for those who think pray for the things of your need, but it's a self-inquiry of where your life is today. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു ആഴത്തുള്ള സ്വയപരിശോധനകൾ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിനകത്ത് അവൻ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ ഒരു വ്യക്തിയുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ആത്മവിചാരണ സ്വയമേ തന്നെ ഉണ്ടാകട്ടെ എന്ന് ആത്മാവിനെ
അങ്ങ് കൈമാറുകയാണ്. We have the desire to have that self-inquiry, to deeply search of where our prayer life is today. യേശുവിൻ In the നാമത്തിൽ. name of Jesus. Jesus. Amen. അതിന്റെ അർത്ഥവ്യാഖ്യാനം ഒറ്റ വാക്കിൽ ഇങ്ങനെയാണ് ഞാൻ കണ്ടത്. സ്വന്തം വഴികളും ജീവിത ദിശയും ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ച് അല്ലെങ്കിൽ തിരിഞ്ഞു വരിക. മോനെ അതിൻ്റെ ഞാൻ ഈ ആത്മപരീക്ഷയിലേക്ക് വരുമ്പോഴേ വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാം വാക്യത്തിനകത്തുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 3 വേഴ്സ് Lamentations chapter 3 verses 40. കേട്ടോ, മതി. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ഈ ആരാഞ്ഞെന്ന് പറയുമ്പോൾ ആരോട് ചോദിക്കാനാ? മിണ്ടുന്നില്ല. ആരോട് ചോദിക്കാനാ? Who are we asking here? ഇത് എന്നോട് ആരോടാ? That ourselves we're asking. നമ്മോടും ചോദിക്കണം, ദൈവത്തോടും. We need to ask ourselves and to God. ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ബ്ലസ്സിയോട് പറയുമായിരുന്നു, ബ്ലസ്സി നീ എന്തുണ്ടെങ്കിലും എന്നോട് എന്ത് ചെയ്യണം? തുറന്നു പറയണം. After marrying Blessy, I told her, Blessy, tell me whatever you want to tell me. കല്യാണം കഴിഞ്ഞ് ഒരു പാസ്റ്റർ ജർമ്മി കേൾക്കുന്നുണ്ടെങ്കിൽ റിലേറ്റ് ചെയ്യാം കേട്ടോ. സ്തോത്രം. ഇപ്പം സഹോദരി പ്രായമുള്ളവർക്ക് റിലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ബ്ലസ്സി കഴിഞ്ഞൊരു മാസം നിന്റെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? I asked Blessy, how was your last month? നീ എല്ലാം കൊണ്ട് തൃപ്തിയാകുന്നോ, സാറ്റിസ്ഫൈ ആകുന്നോ, എങ്ങനെയാണ് ജീവിതത്തിന്റെ കാര്യം? I asked her, are you happy and satisfied with life right now? ഒന്ന് നോക്കി. She looked at my face. മുഖത്തേക്ക്. അപ്പം ഞാൻ ആരാഞ്ഞേ ഞാൻ ചോദിച്ചേ. അപ്പം അല്ല ചേച്ചാ, അച്ഛൻ അടിപൊളിയില്ല, അച്ഛൻ വളരെ പാവാ. She said, you're amazing. എനിക്കറിയാം ഇത് റോങ് പറയും, അന്നേരം മനസ്സിലായി മോളെ നീ കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ നിർബന്ധിച്ച് പറയാൻ പറഞ്ഞു. I told her it's a lie. You just tell me, openly tell me. ഈ സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത്, മുട്ടായിയുടെ തൊലി ഇളക്കുന്നത് പോലെ, സവാളയുടെ തൊലി ഇളക്കുന്നത് പോലെ ഒരു മാസം കൊണ്ട് ഒറ്റ മാസം ഇഷ്ടപ്പെടാത്ത ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. Just like peeling a wrapper off, she started giving me a list of what she doesn't like of me. മുഖത്തിന്റെ ഭാവം മാറി. My face completely. എന്റെ സ്വരത്തിന്റെ ഖനം My വർദ്ധിച്ചു. tone completely changed. അടുത്ത ചോദ്യം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് പുന്നോസ്വാസേ. Next question she asked. അച്ഛൻ ചോദിച്ചിട്ടല്ലയോ ഞാൻ പറഞ്ഞേ, Didn't you tell me to tell you? പിന്നെ എന്നാത്തിനാ എന്നെ അതിനകത്ത് ഇങ്ങനെ നോക്കുന്ന, So എന്നോട് why are ഇങ്ങനെ you looking പറയുന്നില്ല? like me like this? സത്യം പറഞ്ഞ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഭാര്യമാർ എന്ത് ചെയ്യണം? ഭർത്താക്കവൻ നിങ്ങൾ ചോദിക്കാറുണ്ടോ? You often ask. ഞാൻ അതിനകത്ത് വലിയൊരു ഉദാഹരണം പറയും. ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ കുറവുകളുണ്ടെങ്കിൽ വെളിപ്പെടുത്തണമേ, കുറവുകൾ ദൈവസന്നിധി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷത്തിൽ ഞാൻ പെട്ടെന്ന് 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, നിങ്ങൾ എന്നെ ലഘൂകരിച്ചെടുക്കരുത്, ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ 2-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു പെൻസിൽ മോഷ്ടിച്ചു. I stole in 2nd grade from my friend one pencil. ഇത് ഇന്ന് നോക്കിയാൽ പെൻസിൽ പിള്ളേരല്ലേ, തീർച്ചയായും നമ്മൾ കുഞ്ഞുങ്ങളെ പോകും അവിടെ നിന്ന് ഇവിടുന്നോട്ട് എടുത്തുകൊണ്ട്. പക്ഷേ ഇതെൻ്റെ ഓർമ്മയിൽ ഒരിക്കൽ വേണ്ട 10, 20, 25 വർഷങ്ങൾ കഴിയും, എന്നിട്ടും ഇതിൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുവാൻ തൊക്കണം. പക്ഷെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ദൈവവേദന എന്ന രീതിയിൽ എനിക്ക് ആത്മാവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട്. അത് ദൈവസ്ഥലിൽ ഞാൻ ചെറുതായിട്ട് അതിനെ കണ്ടില്ല. കർത്താവെ, അതെനിക്കെതിരെ വാദിക്കുന്ന വിഷയമാണെങ്കിലും അല്ലെങ്കിലും കർത്താവിൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് ഞാൻ അങ്ങനെ ചെയ്തു പോയി കർത്താവെ എന്ന് പറഞ്ഞു ഒരു വാക്ക് ദൈവസ്ഥലിൽ ക്ഷമ ചോദിക്കുവാനിടയായി. അപ്പോൾ ഈ ആഴത്തിൽ ആരായുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നാം മറന്നുപോയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നാലുണ്ടല്ലോ, നിങ്ങൾ അന്നല്ലയോ അത് കർത്താവ് എന്നെ രക്തത്തെ കഴിശുദ്ധി, സത്യം തന്നെ ഞാൻ വിശ്വസിക്കുന്നത്, എങ്കിലും വീണ്ടും അത് ഓർമ്മ വന്നാൽ കർത്താവെ എന്നോട് ക്ഷമിക്കണമേ കർത്താവെ എന്ന് പറഞ്ഞ് അതിൽ ജയിച്ച് കയറുന്നൊരു സ്വഭാവമാണ് നാം ഇവിടെ കണ്ടത്. നാം നമ്മുടെ നടപ്പ് ആരായണം, ചോദിക്കാൻ വേണം. ആ ചോദിച്ചിട്ട് കേൾക്കുന്ന ഉത്തരത്തിനനുസരിച്ച് എന്നെ തന്നെ ഒന്ന് ആത്മവിചാരണ, എന്നെ തന്നെ സ്വയം ശോധന ചെയ്തിട്ട്, മോനെ അടുത്തൊരു ട്രാൻസ്ലേഷൻ ഇങ്ങനെ കണ്ടത്, യഹോവയുടെ അടുക്കലേക്ക് തിരികെ എന്ന് പറയുമ്പോൾ ആമേൻ ആമേൻ റിട്ടേൺ ടു യാഹ്വേസ് ഹാർട്ട്. When I am self-inquiring myself and I remember of the old sins, when I ask God for forgiveness, I am returning with the അയ്യോ നിങ്ങൾ ആ വാക്കിനെ ഭയങ്കര മോനെ 40 Lamentations chapter 3 verse 40 കേട്ടോ. അതിനെ കാണുക, റിട്ടേൺ ടു ദ കണ്ടോ, turn again to Yahweh. വേറെ ട്രാൻസ്ലേഷൻ കണ്ടത് റിട്ടേൺ ടു ദ യാഹ്വേസ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ
ദൈവത്തിന്റെ ഹൃദയത്തിനകത്തേക്ക് ഞാൻ മടങ്ങി And I പോകണമെന്ന്. am returning, needing to return to the heart of God. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? You understand അത് മനസ്സിലായി. ഞാൻ വേഗത്തിൽ വായിക്കാം. ഞാൻ സൺഡേ സ്കൂൾ പോയി പഠിച്ച കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ വാക്യമാണ്. യെരമ്യ എന്താ അങ്ങനെ വാക്ക് യെരമ്യ പ്രവാചകന്റെ പുസ്തകം, Prophet Jeremiah, യെരമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. ജയ്ഡ ഏത് വാക്യായിരുന്നു മോനെ? chapter 1. One verse, I think 4. Yeah, Jeremiah chapter 1 verse 4. Yeah. മതി. ആമേൻ. യഹോവ അരുളപ്പെടുന്നത്, നീ നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുന്നമേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഫിന്നി ഉണ്ടായിരുന്നു എന്നതിന്റെ അർത്ഥം. That inside of God's heart himself, he knew that there is a Finney that's going to come. Come on. എന്ന് പറഞ്ഞാൽ നോക്കിയേ, എനിക്ക് എൻ്റെ വല്യപ്പച്ചനെ വരെ അറിയാം. എൻ്റെ മമ്മിയുടെ അപ്പച്ചൻ്റെ പേര് നെയ്നാൻ എന്നാണ്. എൻ്റെ പപ്പയുടെ സൈഡിൽ വരുമ്പോൾ ജോർജ് എന്നാണ്. ഇവർ രണ്ടുപേരും എനിക്ക് അതിന് അപ്പുറത്തേക്ക് എനിക്ക് I പേരറിയത്തില്ല. know both of my grandfathers, but above that, I have no clue പക്ഷേ of ഒരു them. 10 ജനറേഷൻ ബാക്കി ചോദിച്ചാൽ എൻ്റെ പേര് എനിക്ക് I don't അറിയത്തില്ല. know the 10 generations behind. പക്ഷെ അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോളൂ, ഏതേൻ തോട്ടത്തിൽ നിങ്ങൾ വന്നാട്ടെ, But come back to the Garden of ഏതേൻ Eden. തോട്ടത്തിനകത്ത് ആമൻ ഹവ്വയെ ആദമിനെ സൃഷ്ടിക്കുന്ന മുന്നമേ അവർ എവിടെയായിരുന്നു? But even before Eve was created, where were എവിടെ? ഞാൻ they? പറഞ്ഞ ദൈവത്തിന്റെ ഹൃദയത്തിനകത്തായിരുന്നു. Inside of God's അപ്പോൾ heart. ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നുണ്ടും എന്നെ പേർ ചൊല്ലി വിളിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു അവൻ ഫിന്നി ഇത്ര നാൾ ഇന്നടത്ത് ഇന്ന മാതാപിതാക്കളാൽ ജനിക്കണമെന്ന് സ്വർഗത്തിനും ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുന്നമേ ഒരു മുൻനിർണയം എന്നെ കുറിച്ച് സ്വർഗത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് ഇവിടെ ഇവിടെ ഈ വചനം വ്യക്തമായി പറയുകയാണ്. റിട്ടേൺ ഇൻടു യാഹ്വേസ് ഹാർട്ട്. എങ്ങനെയാണ്? ഹൃദയത്തെ നന്നായി ആരാഞ്ഞിട്ട് ശോധന ചെയ്തിട്ട് ദൈവത്തിന്റെ ഹൃദയത്തിനകത്തേക്ക് നിങ്ങൾ കയറണം. Before even the foundation of the world was made, God himself in his heart knew of you and formed you in his womb and returned to Yahweh's heart. പാട്ടേര് വന്നാട്ടെ. സ്തോത്രം. നോക്കിയ അങ്ങനെ നിലവാരത്തിനകത്തേക്ക് എന്ത് ചെയ്യണം? നമ്മൾ കയറണം. You need to come into that level of prayer. അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടോ? Do you have a prayer like that? എത്ര പേർക്ക് പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് കയറി എന്ന് എത്ര പേർക്ക് ഉറപ്പുള്ള പ്രാർത്ഥനാ മുറികൾ നിങ്ങൾക്ക് After ഉണ്ടായിട്ടുണ്ട്? ending in your prayer, how many have a heart knowing that you enter into God's ഞാൻ heart? പറയുന്നത് വിഷയങ്ങൾ കണ്ണുനീരോടെ കൈമാറ്റം ചെയ്തിട്ടുള്ള പ്രാർത്ഥനയല്ല Not the പറയുന്നത്. prayers that were tears that just come down. അതിനു മുന്നേ സ്വയം ശോധന ചെയ്തിട്ട് ദൈവത്തിന്റെ ഹൃദയത്തിനകത്തേക്ക് ഞാൻ കയറി എന്ന് ഒരു ഉറപ്പുള്ള പ്രാർത്ഥനാ മുറി നിങ്ങൾക്ക് അവസാനമായിട്ട് എന്നാ ഉണ്ടായത്? After self-examining yourself, I entered into God's heart. When was the last time you had that inquiry? ഓ, പ്രാർത്ഥനയുടെ ആഴങ്ങളെ കണ്ടോ? Do you understand the depths of prayer? പ്രാർത്ഥന ആഴങ്ങളെ Do കണ്ടോ? you understand the depths of prayer? എവിടേക്കോ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ചിന്തിച്ചും പഠിച്ചും വന്നപ്പോ ഒരു കാര്യം മനസ്സിലായി. കർത്താവേ, ഈ പ്രാർത്ഥനയൊന്നും ഇല്ലാത്ത പ്രാർത്ഥനയായി വർഷങ്ങളോളം ഓടിയിട്ടും അതുകൊണ്ട് വചനം പറ, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഞാൻ അവിശ്വസ്തനായിരുന്നിട്ടും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരാതെ എന്നെ ചേർത്ത് നിർത്താൻ കാരണം എന്താ? ആമേൻ പറ. ലോകത്തെ അധികമായി സ്നേഹിച്ച് തൻ ഓമന കുമാരനായ പുത്രനെ എനിക്ക് വേണ്ടി നൽകി തന്നതുകൊണ്ട് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ് പറയും, അതിനെ വെട്ടിക്കളയല്ലേ, ഒരു പ്രാവശ്യവും കൂടെ ഒന്ന് നിർത്തുക. അവൻ സ്വയം ശോധന ചെയ്ത് യഹോവേ, അങ്ങയുടെ തോട്ടമാകുന്ന സഭയാകുന്ന ഹൃദയത്തിനകത്തേക്ക് ശരീരത്തിനകത്തേക്ക് ജോയിൻ ചെയ്യുമെന്ന് ദൈവത്തിനൊരു ഉറപ്പ് വീണ്ടും ഉണ്ടായിട്ടാണ് ഞാനും നിങ്ങൾ ഇന്ന് പകൽക്ക് എവിടെ Even when ആയിരിക്കുന്നത്. we were unfaithful, he remained faithful, sent his precious son Jesus Christ to this world and gave us one more chance here.